ഹൗസ് ഓഫ് കോമൺസിലെ 153 അംഗം ഭരണകക്ഷിയിൽ പകുതിയിലധികം പേരും ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ എതിരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നില വളരെ പരുങ്ങലിലാകാനുള്ള സാധ്യതയുമുണ്ട്. സ്വന്തം കക്ഷിയിലെ 80 പേരാണ് ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അറ്റ്ലാന്റിക്, കാനഡ, ഒറന്റിയോ മേഖലകളിലെ മുഴുവൻ ലിബറൽ പാർട്ടി അംഗങ്ങളും ട്രൂഡോയ്ക്ക് എതിരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൽബർട്ടറിൽ നിന്നുള്ള ഇൻഡോ കാനഡിയൻ MP ജോർജ് ചാഹൽ നേരത്തെ തന്നെ രാജി ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകാൻ ഒരു പുതിയ നേതാവ് വരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വോട്ടെടുപ്പ് 2025 ഒക്ടോബറിലാണെങ്കിലും ട്രൂഡോ വീണാൽ അത് നേരത്തെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. പ്രതിപക്ഷത്തുള്ള കൺസർവേറ്റീവ് പാർട്ടി ജനുവരി അവസാനത്തോടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് പാർട്ടിയിലെ ഭിന്നത ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വരുന്നത്. ആൻസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച സർവേയിൽ ലിബറൽ പാർട്ടിയുടെ പിന്തുണ വെറും 16% മാത്രമാണ്. പാർട്ടിയുടെ 157 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം കണക്കാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു. 2011 മൈക്കൽ ഇഗ്നാഫിറ്റിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ലഭിച്ച 18.9% വോട്ടാണ് നിലവിലെ ദയനീയമായ പ്രകടനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. 20 വയസ്സിന് താഴെയുള്ളവരിൽ 22% പേർ മാത്രമേ ജസ്റ്റിൻ ട്രൂഡോയെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.